ഫോണില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, അല്ലേ? എന്നാൽ ഇന്ത്യയിലെ ഒരു ഗ്രാമം എല്ലാ ദിവസവും കൃത്യം 4 മണിക്കൂർ തങ്ങളുടെ മൊബൈൽ ഫോണുകളും ടിവികളും ഓഫ് ചെയ്ത് വെക്കുകയാണ്. കേൾക്കുമ്പോൾ അല്പം അതിശയം തോന്നാം, പക്ഷേ ഈ ഗ്രാമത്തിന്റെ ലക്ഷ്യം കേട്ടാൽ നിങ്ങൾ തീർച്ചയായും കൈയടിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്കിടയിലും വായനയ്ക്കും പഠനത്തിനും വേണ്ടി ഒരു ഗ്രാമം ഒന്നടങ്കം നിശബ്ദമാകുന്ന കാഴ്ചയാണിത്. മഹാരാഷ്ട്രയിലെ അഗ്രാൻ ദുൽഗാവ് എന്ന ഗ്രാമമാണ് ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, ഇങ്ങനെ മൊത്തം 4 മണിക്കൂർ ഗ്രാമത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് കർശന വിലക്കാണ്. ഈ സമയത്ത് ഗ്രാമത്തിലെ ഒരു വീട്ടിലും TV പ്രവർത്തിക്കില്ല, ആരും ഫോൺ ഉപയോഗിക്കുകയില്ല. പകരം കുട്ടികൾ പുസ്തകങ്ങളുമായി പഠിക്കാനിരിക്കുന്നു. ഗ്രാമത്തിലെ ഉച്ചഭാഷണിയിലൂടെ കൃത്യസമയത്ത് ഇതിനായുള്ള അറിയിപ്പ് നൽകും. രാവിലെ 5 മണിക്കും വൈകുന്നേരം 7 മണിക്കും സൈറൺ മുഴങ്ങുന്നതോടെ ഗ്രാമം മൊത്തം ഒരു വലിയ പഠനമുറിയായി മാറും, അല്ലെങ്കിൽ ഒരു വായനശാലയായി മാറും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെന്ന് അറിയണ്ടേ? ഈ വിപ്ലവത്തിന് പിന്നിൽ ശിവദാസ് ഭോസാലെ എന്ന സർപ്പഞ്ചാണ്. സ്മാർട്ട് ഫോണുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും അടിമപ്പെട്ട കുട്ടികളുടെ പഠന നിലവാരം താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വീട്ടിലെ മുതിർന്നവർ ഫോൺ ഉപയോഗിക്കുന്നത് കാണുമ്പോഴാണ് കുട്ടികളും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ഡിജിറ്റൽ അഡിക്ഷൻ മാറ്റാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് ഈ ഡിജിറ്റൽ ഡീറ്റോക്സ് സമയം, ഡിജിറ്റൽ ഡീറ്റോക്സ് ടൈം. തുടക്കത്തിൽ ഈ നിയമം നടപ്പിലാക്കുക അത്ര എളുപ്പമായിരുന്നില്ല. സീരിയലുകളും സിനിമകളും ഒക്കെ കാണാൻ കഴിയാത്തതിൽ വീട്ടമ്മമാരും മുതിർന്നവരും ഒക്കെ ആദ്യം പ്രതിഷേധിച്ചു. എന്നാൽ സർപ്പഞ്ച് പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം നേരിട്ട് വീടുകൾ സന്ദർശിച്ച് ഓരോ കുടുംബത്തെയും ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മുതിർന്നവർ കുറച്ചു സമയം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായതോടെ മാറ്റം പ്രകടമായി തുടങ്ങി. ഇന്ന് ഈ ഗ്രാമത്തിലെ കുട്ടികളുടെ അക്കാദമിക് നിലവാരത്തിൽ വലിയ പുരോഗമനമുണ്ട്. അയൽ ഗ്രാമങ്ങൾ പോലും ഇപ്പോൾ അഗ്രാൻ ദുൽഗാവിന്റെ ഈ മാതൃക പിന്തുടരാൻ ഒരുങ്ങുകയാണ്. കുട്ടികൾക്ക് മാർക്ക് ലഭിക്കും എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് സാഹസത്തിനും മുതിരുമല്ല. സാങ്കേതിക വിദ്യയെ തള്ളിപ്പറയുകയല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്നാണ് ഈ ഗ്രാമം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. കുട്ടികളുടെ വായനാശീലവും പഠനവും തിരികെ കൊണ്ടുവരാൻ ഇത്തരം ചെറിയ നിയന്ത്രണങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇവർ തെളിയിച്ചു കഴിഞ്ഞു. ഈ ഒരു മാറ്റം നിങ്ങളുടെ ഗ്രാമത്തിലോ നഗരത്തിലോ നടപ്പിലാക്കിയാൽ എങ്ങനെ ഉണ്ടാകും? ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.